ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ലോഹനിഷ്കർഷണം. ലോഹനിഷ്കർഷണത്തിനെ മെറ്റലർജി എന്ന് പറയുന്നു. അപ്പോൾ ഈ മെറ്റലർജി എന്ന ഈ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 4 ടേംസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ ടേമിന്റെ പേരാകുന്നു മിനറൽസ്. മിനറൽസിനെ മലയാളത്തിൽ ധാതുക്കൾ എന്ന് പറയും. രണ്ടാമത്തെ ടേമാകുന്നു ഓർ. ഓറിനെ മലയാളത്തിൽ അയിര് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ടേമാകുന്നു ഗ്യാൻ. നാലാമത്തെ ടേമാകുന്നു ഫ്ലെക്സ്. നമുക്ക് ആദ്യം മിനറൽസ് എന്താണെന്ന് നോക്കാം. മിനറൽസ് അതായത് ധാതുക്കൾ എന്താണെന്ന് നോക്കാം. ഭൂമിയിൽ കാണപ്പെടുന്ന മെറ്റൽ കോമ്പൗണ്ട്സിനെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാകുന്നു മിനറൽസ്. ഭൂമിയിൽ കാണപ്പെടുന്ന മെറ്റൽ കോമ്പൗണ്ട്സിനെ നമ്മൾ പൊതുവേ പറയുന്ന പേരാകുന്നു മിനറൽസ്. ഓക്കെ, എല്ലാ മിനറൽസും ലോഹങ്ങളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. എല്ലാ മിനറൽസും ലോഹങ്ങളുടെ അതായത് മെറ്റൽസിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽസിന് സെർട്ടൺ ക്വാളിറ്റീസ് ഉണ്ടാകണം. മെറ്റൽസിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽസിന് സെർട്ടൺ ക്വാളിറ്റീസ് ഉണ്ടാകണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ഈ ലോഹം വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതും സുലഭമായി ലഭിക്കുന്നതും മെറ്റൽസിന്റെ അംശം കൂടുതലുള്ളതുമായ മിനറൽസിനെയാണ് നമ്മൾ മെറ്റൽസിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം ക്വാളിറ്റീസ് ഉള്ള മിനറൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ, അതായത് അയിര് എന്ന് പറയും. അയിര് അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതും സുലഭമായി ലഭിക്കുന്നതും മെറ്റൽസിന്റെ അംശം കൂടിയതുമായ മിനറൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർ, അതായത് അയിര് എന്ന് പറയുന്നത്. ഇത്തരം അയിരുകളെയാണ് നമ്മൾ ലോഹങ്ങളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടേമാകുന്നു മൂന്നാമത്തെ ടേമാകുന്നു ഗ്യാങ്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഓറിൽ അടങ്ങിയതും എന്നാൽ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാകുന്നു ഗ്യാങ്. ഓക്കെ, അതായത് എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഓറിൽ അടങ്ങിയതും സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാകുന്നു ഗ്യാങ്. ഓക്കെ, ഈ ഗ്യാങ്ങിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഈ ഗ്യാങ്ങിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് മെറ്റലർജിയുടെ ഡെഫിനേഷനിലേക്ക് പോകാം. മെറ്റലർജി അല്ലെങ്കിൽ ലോഹനിഷ്കർഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓറിൽ നിന്നും പ്യൂർ ആയിട്ടുള്ള മെറ്റൽസ് വേർതിരിക്കുന്നത് വരെയുള്ള മെറ്റൽ വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രോസസ്സിനെയും ചേർത്ത് പറയുന്ന പേരാകുന്നു മെറ്റലർജി, അതായത് ലോഹനിഷ്കർഷണം. ഒരു ഓറിൽ നിന്നും പ്യൂർ ആയിട്ടുള്ള മെറ്റൽ വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രോസസ്സിനെയും ചേർത്ത് പറയുന്ന പേരാകുന്നു മെറ്റലർജി, ദാറ്റ് ഈസ് ലോഹനിഷ്കർഷണം. ഓക്കെ, അപ്പോൾ മെറ്റലർജിയിൽ വരുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് 4 സ്റ്റേജസ് ആണുള്ളത്. മെറ്റലർജിയിൽ പ്രധാനമായും വരുന്ന സ്റ്റേജസ് ആകുന്നു 4 സ്റ്റേജസ് ആണ് മെറ്റലർജിയിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആകുന്നു ഗ്രൈൻഡിങ് ഓഫ് ഓൾസ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് ഓഫ് ഓൾസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേജ് ആകുന്നു. രണ്ടാമത്തെ സ്റ്റേജിന്റെ പേരാകുന്നു കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ആകുന്നു. മൂന്നാമത്തെ സ്റ്റേജിന്റെ പേരാകുന്നു എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ് ആണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജിന്റെ പേരാകുന്നു റിഫൈനിങ് ഓഫ് മെറ്റൽസ്. നമുക്കിനി ഓരോ സ്റ്റേജിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ആദ്യം ഗ്രൈൻഡിങ് ഓഫ് ഓൾസിനെ കുറിച്ച് നോക്കാം. ഗ്രൈൻഡിങ് ഓഫ് ഓൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓറിനെ അതായത് അയിരിനെ പൊടിക്കുന്ന പ്രോസസ് ആകുന്നു ഗ്രൈൻഡിങ് ഓഫ് ഓൾസ്. ഓക്കെ, ആ ഒരു സ്റ്റേജ് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആകുന്നു കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്രിസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഓറിൽ അടങ്ങിയിട്ടുള്ള ഗ്യാങ്ങിനെ നീക്കം ചെയ്യാവുന്ന ആ ഒരു പ്രക്രിയയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഓറിൽ അടങ്ങിയിട്ടുള്ള ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ് എന്ന് പറയുന്നത്. ഓറിന്റെയും ഗ്യാങ്ങിന്റെയും നേച്ചർ അനുസരിച്ച് നമ്മൾ പല മെത്തേഡ്സിലുള്ള കോൺസെൻട്രേഷൻ പ്രോസസ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓൾസ് നമ്മൾ പറയുന്ന മറ്റൊരു പേരാകുന്നു ഡ്രസ്സിംഗ് ഓഫ് ഓൾസ് ഓർ ബെനിഫാക്ഷൻ ഓഫ് ഓൾസ് എന്നുള്ള പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓറിന്റെയും അതിലടങ്ങിയിട്ടുള്ള ഗ്യാങ്ങിന്റെയും നേച്ചർ അനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള ഡ്രസ്സിംഗ് അല്ലെങ്കിൽ ബെനിഫാക്ഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് സപ്രഷൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്, ഇങ്ങനെ 4 ടൈപ്പിലുള്ള ഒരു പ്രോസസ്സുകൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സിൽ കൊണ്ടുവരാറുണ്ട്. അത് നമ്മൾ അതിന്റെ നേച്ചർ അനുസരിച്ചാണ്, ഓറിന്റെയും ഗ്യാങ്ങിന്റെയും നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഈ മെത്തേഡ്സ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സിൽ വരുന്ന പല മെത്തേഡ്സ് ആകുന്ന ഏതൊക്കെ? ഫസ്റ്റ് വൺ ഹൈഡ്രോളിക് വാഷിംഗ്, സെക്കൻഡ് ഈസ് മാഗ്നറ്റിക് സപ്രഷൻ, ഫോർത്ത് ഈസ് മൂന്നാമത്തേതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഫോർത്ത് ഈസ് ലീച്ചിങ്, നാലാമത്തെ പ്രോസസ് ആകുന്നു ലീച്ചിങ്. ഓക്കെ, നമുക്കിനി ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രോസസ് ആയിട്ടുള്ള ഹൈഡ്രോളിക് വാഷിംഗ് എന്താണെന്ന് നോക്കാം. ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകേണ്ടത്? ആ ഓറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കണം, ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവായിരിക്കണം. ഓറിന് ഡെൻസിറ്റി കൂടുതലും ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവുമാണെങ്കിലാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഗോൾഡിന്റെ ഓൾസിന്റെ സാന്ദ്രണവും അതുപോലെ ഓക്സിഡർ ഓൾസിന്റെ സാന്ദ്രണവും ഹൈഡ്രോളിക് വാഷിംഗിൽ വരുന്നതാണ്. ഗോൾഡ് ഓൾസിന്റെ സാന്ദ്രണവും ഓക്സിഡർ ഓൾസിന്റെ സാന്ദ്രണവും ഹൈഡ്രോളിക് വാഷിംഗിൽ വരുന്നതാണ്. അപ്പോൾ ഹൈഡ്രോളിക് വാഷിംഗിൽ പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കണം, ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവായിരിക്കണം. ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ഗോൾഡിന്റെ ഓൾസിന്റെ സാന്ദ്രണത്തിനും അതിന്റെ കോൺസെൻട്രേഷനും അതുപോലെ ഓക്സിഡർ ഓൾസിന്റെ സാന്ദ്രണത്തിനുമാണ് ഹൈഡ്രോളിക് വാഷിംഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത മെത്തേഡാകുന്നു ഈ പറയുന്ന പോലെ കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സിൽ വരുന്ന മറ്റൊരു മെത്തേഡാകുന്നു മാഗ്നറ്റിക് സപ്പറേഷൻ. ഈ മാഗ്നറ്റിക് സപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? ഓറിനോ ഗ്യാങ്ങിനോ അല്ലാതെ ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഓറിനോ ഗ്യാങ്ങിനോ അല്ലാതെ ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സിലെ മാഗ്നറ്റിക് സപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു മെത്തേഡാകുന്ന ഏത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പറയുന്ന മറ്റൊരു പേരാകുന്നു പ്ലവന പ്രക്രിയ. ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ മലയാളത്തിൽ പ്ലവന പ്രക്രിയ എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ കോൺസെൻട്രേഷൻ 4 വരുന്ന മറ്റൊരു മെത്തേഡാകുന്നു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇതിനെ മലയാളത്തിൽ പ്ലവന പ്രക്രിയ എന്ന് പറയും. ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓറിന് ഡെൻസിറ്റി കുറവായിരിക്കണം, ഗ്യാങ്ങിന് ഡെൻസിറ്റി കൂടുതലുമായിരിക്കണം. ഓറിന് ഡെൻസിറ്റി കുറവും ഗ്യാങ്ങിന് ഡെൻസിറ്റി കൂടുതലുമാണെങ്കിലാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണ്? പൈൻ ഓയിൽ, ക്രിസോൾ, വാട്ടർ, അതുപോലെ നമ്മുടെ ഓറ്, അതിൻ്റെ കൂടെ എയർ പാസിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രോത്ത് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് പത എന്നാണ്. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണ്? പെയിൻ ഓയിൽ, ക്രിസോൾ, അതുപോലെ വാട്ടർ, ഓർ, അതിൻ്റെ കൂടെ എയർ പാസിങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മിക്സിങ് വരുമ്പോൾ അവിടെ പതയുണ്ടാകും. ഓക്കെ, ഈ പതയിൽ പറ്റി പിടിച്ചിട്ട് ഓർ ഫ്ലോട്ട് ചെയ്തെടുക്കും. ഈ പതയിൽ പറ്റി പിടിച്ചിട്ട് ഓർ ഫ്ലോട്ട് ചെയ്തെടുക്കും. ഈ പതയെ നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ ഗ്യാങ് പോയ ഓർ നമുക്ക് കിട്ടും. ഈ പതയെ ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ ഗ്യാങ് പോയ ഓറിനെ നമുക്ക് കിട്ടും. അപ്പോൾ സൾഫൈഡ് ഓറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. സൾഫൈഡ് ഓറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. സിങ്ക് സൾഫൈഡിൽ, അതുപോലെ ലെഡ് സൾഫൈഡിൽ, സിന്നബാറിൽ, ഇതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാകുന്നു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, സിന്നബാർ, ലെഡ് സൾഫൈഡ്, സിങ്ക് സൾഫൈഡ് അല്ലെങ്കിൽ സൾഫൈഡ് ഓറുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫ്ലോട്ടിംഗ് റിയേജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ക്രിസോളും അനിലിനുമാണ്. ക്രിസോളും അനിലിനുമാണ് ഇവിടെ ഫ്ലോത്ത് റിയേജൻ്റായിട്ട്, പ്ലവന സ്ഥിരീകാരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലോത്ത് ഫ്ലോട്ടേഷനിൽ കളക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്? ഫ്ലോത്ത് ഫ്ലോട്ടേഷനിൽ കളക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഫാറ്റി ആസിഡ്, പൈൻ ഓയിൽ, സന്തേറ്റുകൾ, ഇവയൊക്കെ നമ്മൾ കളക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് മറക്കരുത്. ഓക്കെ, ഫ്ലോട്ടേഷനിൽ ഫ്ലോട്ടിംഗ് റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ക്രിസോൾ, അനിലിൻ. കളക്ടറായിട്ട് യൂസ് ചെയ്യുന്നവരാണ് ഫാറ്റി ആസിഡ്, പൈൻ ഓയിൽ, സന്തേറ്റ്. ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ വരുന്ന നാലാമത്തെ മെത്തേഡാകുന്നു ലീച്ചിങ്. ലീച്ചിങ് എന്താണ് നമുക്ക് നോക്കാം. സ്യൂട്ടബിൾ സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു? ഓറിനെ നമ്മൾ മിക്സ് ചെയ്യുന്നു. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷനിൽ ഓറിനെ നമ്മൾ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓറ് സൊല്യൂഷനുമായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഓറിലെ ഗ്യാങ് അതിനകത്ത് എന്ത് ചെയ്യും? അടിഞ്ഞു കിടക്കും. എന്നിട്ട് പ്യുവർ ആയിട്ടുള്ള ഓറിനെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ സൊല്യൂഷനിൽ ഓറിനെ മിക്സ് ചെയ്തിട്ട് ആ ഓറ് ആ സൊല്യൂഷനുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഓറിലുള്ള ഗ്യാങ് അതിനകത്ത് അടിഞ്ഞു കിടക്കും. എന്നിട്ട് പ്യുവർ ആയിട്ടുള്ള ഓറിനെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കും. അപ്പോൾ ഈ ബോക്സൈറ്റ് ഓറിൽ നിന്നും അലൂമിനിയത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലീച്ചിങ് ആകുന്നു. ബോക്സൈറ്റ് ഓറിൽ നിന്നും അലൂമിനിയത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാകുന്നു ലീച്ചിങ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ലീച്ചിങ്ങിൽ വരുന്ന മറ്റു രണ്ട് പ്രോസസ്സ് ആകുന്നു ബയേഴ്സ് പ്രോസസ്, ഹാൾസ് പ്രോസസ്. ഇതെല്ലാം ലീച്ചിങ്ങിൽ വരുന്ന രണ്ട് പ്രോസസ്സ് ആകുന്നു. ബയേഴ്സ് പ്രോസസ് ആൻഡ് ഹാൾസ് പ്രോസസ് ഇതൊക്കെ തന്നെ ലീച്ചിങ്ങിൽ വരുന്ന പ്രോസസ്സ് ആകുന്നു. അപ്പോൾ ബോക്സൈറ്റ് ഓറിൽ നിന്നും അലൂമിനിയത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ലീച്ചിങ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബയേഴ്സ് പ്രോസസ്സും ഹാൾസ് പ്രോസസ്സും ഒക്കെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ വരുന്ന ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡിൽ വരുന്ന കാര്യങ്ങളാകുന്നു. ഓക്കെ, മെറ്റലർജിയിൽ വരുന്ന മൂന്നാമത്തെ സ്റ്റേജ് ആകുന്നു എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. മെറ്റലർജിയിൽ വരുന്ന മൂന്നാമത്തെ സ്റ്റേജ് ആകുന്നു എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. ഈ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള എക്സ്ട്രാക്ഷനിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. എക്സ്ട്രാക്ഷനിൽ സംഭവിക്കുന്നത് ഈ സാന്ദ്രീകരിച്ച ഓറിനെ, അതായത് സെക്കൻഡ് സ്റ്റേജിൽ സാന്ദ്രീകരിച്ച ഓറുണ്ടല്ലോ, ആ ഓറിനെ ഓക്സിഡാക്കി മാറ്റുന്നതാണ് എക്സ്ട്രാക്ഷനിൽ വരുന്നത്. ഇങ്ങനെ ഓക്സിഡാക്കി ഓറിനെ മാറ്റി കഴിയുമ്പോൾ ആ ഓറിന് പെട്ടെന്ന് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ സാന്ദ്രീകരിച്ച ഓറിനെ ഓക്സിഡാക്കി മാറ്റുന്നതാണ് എക്സ്ട്രാക്ഷൻ സ്റ്റേജിൽ വരുന്നത്. ഇങ്ങനെ ഓക്സിഡാക്കി കഴിയുമ്പോൾ ആ ഒരു ഓറിന് പെട്ടെന്ന് റിഡക്ഷൻ സംഭവിക്കും. ഇങ്ങനെ സാന്ദ്രീകരിച്ച ഓറിനെ ഓക്സിഡാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡ്സാണ് ചൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ്. കാൽസിനേഷനോ അല്ലെങ്കിൽ റോസ്റ്റിങ്ങോ ആണ് നമ്മൾ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാൽസിനേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഓറിനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നതാകുന്നു എന്ത്? കാൽസിനേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഓറിനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നതാകുന്നു കാൽസിനേഷൻ. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഓറിനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നതാകുന്നു റോസ്റ്റിംഗ്. അപ്പോൾ കാൽസിനേഷനും റോസ്റ്റിങ്ങും എന്താണ്? രണ്ടിലും ഓറിനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നതാണ് രണ്ടും. പക്ഷേ കാൽസിനേഷനിൽ വായുവിൻ്റെ അസാന്നിധ്യമാണ്, റോസ്റ്റിംഗിൽ വായുവിൻ്റെ സാന്നിധ്യമാണ്. ഓക്കെ, സൾഫർ ഓറിനെ നമ്മൾ റോസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, സൾഫർ ഓറിനെ നമ്മൾ റോസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത്, അത് അറിഞ്ഞിരിക്കുക. നാലാമത്തെ സ്റ്റേജ് ആകുന്നു റിഫൈനിങ് ഓഫ് മെറ്റൽ. റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത് ഈ പറയുന്ന 3 സ്റ്റേജിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന മെറ്റലിൽ ചിലപ്പോൾ സാൻഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ക്ലേ ഉണ്ടാകാം, അല്ലെങ്കിൽ അതർ മെറ്റൽസ്, നോൺ മെറ്റൽസ് തുടങ്ങിയവയുടെ ഒരു മിക്സിങ് ആ ഓറിൽ ഉണ്ടാകാം. അങ്ങനെ അത്തരത്തിലുള്ള മിക്സിങ് ഓറിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാകുന്നു എന്ത്? റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈനിങ് ഓഫ് മെറ്റൽസ് നമ്മൾ പല രീതിയിലാണ് ചെയ്യുന്നത്. ഡെസ്റ്റിലേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ലിക്വേഷൻ ചെയ്യാം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ചെയ്യാം, സോൺ റിഫൈനിങ് ചെയ്യാം, വേപ്പർ ഫേസ് റിഫൈനിങ്. ഇതിലൂടെയൊക്കെ നമുക്ക് റിഫൈനിങ് ഓഫ് മെറ്റൽസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ലോഹ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാറുണ്ട്, ലിക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്, സോൺ റിഫൈനിങ് യൂസ് ചെയ്യാറുണ്ട്, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആൻഡ് വേപ്പർ ഫേസ് റിഫൈനിങ്. ആപ്റ്റായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് മെറ്റലർജിയിൽ വരുന്ന പ്രധാനപ്പെട്ട 4 സ്റ്റേജസ്. ഓക്കെ, താങ്ക് യു.